അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 2026 സാമ്പത്തിക വർഷത്തേക്കുള്ള അഭയാർത്ഥി പ്രവേശന പരിധി 7500 കുറച്ചു. ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ സംഖ്യയാണിത്. വൈറ്റ് ഹൌസ് പുറത്തുവിട്ട രേഖകളിലാണ് ഈ സുപ്രധാനമായ പ്രഖ്യാപനമുള്ളത്. US അഭയാർത്ഥി നയങ്ങൾക്ക് പുതിയ രൂപം നൽകാനുള്ള ട്രംപിന്റെ വിപുലമായ ശ്രമങ്ങളുടെ ഭാഗമാണിത്. ഇതിൽ ദക്ഷിണാഫ്രിക്കയിലെ വെള്ളക്കാരായ ആഫ്രിക്കൻ ന്യൂനപക്ഷത്തിൽ നിന്നുള്ളവർക്ക് മുൻഗണന നൽകുമെന്നും ട്രംപ് പറഞ്ഞു. ദക്ഷിണാഫ്രിക്കയിലെ കറുത്ത വർഗ്ഗക്കാർക്ക് ഭൂരിപക്ഷമുള്ള രാജ്യത്ത് വെള്ളക്കാർ വംശീയ പീഡനം നേരിടുന്നുവെന്നാണ് ട്രംപിന്റെ അവകാശവാദം. ഈ ആരോപണങ്ങളെ ദക്ഷിണാഫ്രിക്കൻ സർക്കാർ നിഷേധിച്ചിട്ടുണ്ട്. ട്രംപ് അധികാരത്തിലെത്തിയതിനു ശേഷം അമേരിക്കൻ അഭയാർത്ഥി പ്രവേശനം താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു. യുഎസിന്റെ താൽപര്യങ്ങൾക്കനുസരിച്ച് മാത്രമേ പദ്ധതി പുനരാരംഭിക്കൂ എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ട്രംപിന്റെ ഈ കുറഞ്ഞ അഭയാർത്ഥി പരിധി ധാർമ്മികമായി അംഗീകരിക്കാനാവില്ലെന്നും നിയമവിരുദ്ധമാണ് എന്നും ഡെമോക്രാറ്റുകൾ പ്രതികരിച്ചു. കൂടാതെ ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപ് കോൺഗ്രസ് അംഗങ്ങളുമായി കൂടിയാലോചിക്കണമെന്ന നിയമം പാലിച്ചില്ലെന്നും അവർ ആരോപിച്ചു. മുൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ കാലത്ത് 2024 സാമ്പത്തിക വർഷത്തിൽ 1 ലക്ഷം അഭയാർത്ഥികളെ പ്രവേശിപ്പിച്ച സ്ഥാനത്താണ് ട്രംപ് ഇപ്പോൾ 7500 പേരുടെ പരിധി നിശ്ചയിച്ചിരിക്കുന്നത്.